ഡിസിസി പദവിയെ ചൊല്ലി തിരുവനന്തപുരത്ത് തർക്കം. സ്ഥിരം അധ്യക്ഷ പദവിയിൽ തുടരാൻ താൽപര്യമില്ലെന്ന എൻ ശക്തൻ. തന്നെ ഒഴിവാക്കി തരണമെന്നും നേതൃത്വത്തോട് ശക്തൻ ആവശ്യപ്പെട്ടതായാണ് സൂചന. ഫോൺ സംഭാഷണ വിവാദത്തിൽ കുടുങ്ങിയ പാലോട് രവിയെ രാജിവയ്പ്പിച്ചതിന് പിന്നാലെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ ശക്തനെ താൽക്കാലിക അധ്യക്ഷനായി ചുമതല നൽകിയത്. പുനഃസംഘടനയിൽ പുതിയ ഡിസിസി അധ്യക്ഷൻ വരുംവരെയായിരുന്നു ശക്തനുള്ള ചുമതല. എന്നാൽ പുതിയ അധ്യക്ഷ പട്ടിക സംബന്ധിച്ച് തർക്കമുയർന്നു. കെ.സി. വേണുഗോപാലിൻ്റെ സന്തത സഹചാരിയും മുൻ കെ.പി.സി.സി സെക്രട്ടറിയുമായ മണക്കാട് സുരേഷ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നോമിനി ചെമ്പഴന്തി അനിൽ, ശരത്ചന്ദ്ര പ്രസാദ്, യുവനേതാവ് എന്ന നിലയിൽ ശബരിനാഥൻ എന്നിവരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത്. തന്റെ നോമിനി ചെമ്പഴന്തി അനിലിനായി വി.ഡി. സതീശൻ കടുംപിടുത്തം പിടിച്ചതോടെ തർക്കമായി. അവസാനം തർക്കം ഒഴിവാക്കാൻ ശക്തൻ പദവിയിൽ തുടരട്ടെയെന്ന് തീരുമാനിക്കുകയായിരുന്നു. മാത്രമല്ല, ശക്തനെ നിയമസഭാ സീറ്റിൽ നിന്ന് ഒഴിവാക്കാമെന്നതും നേതാക്കൾ മുന്നിൽ കണ്ടു. ശക്തന് പകരം ഒരു യുവ നേതാവിനെയാണ് നേതാക്കൾ നിയമസഭാ സീറ്റിൽ പരിഗണിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് ശക്തന്റെ മറുതന്ത്രം. പദവിയിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരണമെന്ന ഉറച്ച നിലപാടിലാണ് ശക്തനെന്നാണ് സൂചന. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കെ കരുണാകരന്റെ ശാപമേറ്റവർ രക്ഷപ്പെടില്ലെന്ന മുരളീധരന്റെ പരാമർശത്തിൽ നേതാക്കൾക്ക് അതൃപ്തി. വി.ഡി. സതീശന് മാത്രമാണ് ശാപം ഏൽക്കാത്തതെന്നും അതിനാൽ സതീശന് പ്രമോഷൻ ഉണ്ടാകുമെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. മുരളീധരൻ ലക്ഷ്യമിട്ടത് കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയുമാണെന്നാണ് സൂചന. എന്നാൽ പ്രസ്താവന വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. തൃശൂരിൽ എം.എ. ജോണിന്റെ അനുസ്മരണത്തിലാണ് കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും ലക്ഷ്യമിട്ട് മുരളീധരന്റെ വിവാദ പ്രസ്താവന. കെ കരുണാകരന്റെ ശാപമേറ്റവർ രക്ഷപ്പെടില്ലെന്നാണ് മുരളീധരൻ പറഞ്ഞത്. മാത്രമല്ല, തങ്ങളെ നിയമസഭയിൽ പിൻനിരയിലാക്കിയവർ ഇപ്പോൾ പിൻബെഞ്ചിലാണെന്നും മുരളി പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ഗുണമുള്ളത്, ഏതായാലും ലീഡർഷിപ്പ് കെ കരുണാകരന്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേദനയുണ്ടാക്കിയവരാരും പൊങ്ങേണ്ട നേരത്ത് അവസാനം എന്തോ ഒരു നാഷണൽ ഹൈവേ തകർന്ന പോലെ ചിലപ്പോൾ താഴോട്ട് പതിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ശാപത്തിൻ്റെ ഫലം. മുരളീധരന്റെ വാക്കുകളെ വി.ഡി. സതീശൻ അതേ വേദിയിൽ ന്യായീകരിച്ചു. മുരളീധരന്റെ വാക്കുകൾ സത്യസന്ധമാണെന്നായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. ഇത് കാലം തെളിയിക്കുമെന്നും സതീശൻ മറുപടി നൽകി. ഇതോടെയാണ് വിഷയം കൂടുതൽ വിവാദമായത്. മുരളീധരന്റെ പരാമർശത്തിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. മുരളീധരൻ നിർണായക രാഷ്ട്രീയ സാഹചര്യത്തിൽ വിവാദമുണ്ടാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. പ്രസ്താവനയിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ടെന്നാണ് സൂചന. എന്നാൽ പ്രസ്താവന വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഞാൻ ഇന്നലെ വി.ഡി. സതീശനാണ് ഇന്നലെ അവാർഡ് കൊടുത്തത്. സ്വാഭാവികമായിട്ടും വി.ഡി. സതീശനെ കുറിച്ചാണ് പറയുക, അല്ലാതെ മറ്റുള്ളവരെ കുറിച്ചല്ല പറയുക. അപ്പോൾ വി.ഡി. സതീശനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു പോയിന്റ് പറഞ്ഞത് മാത്രം. അത്ര വലിയ ബഹളവും ചർച്ചയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.